മുഖമുള്ള ഒരു ഭരണകൂടത്തിന്റെ കീഴിലാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, നമ്മള് സകല ശക്തി ഉപയോഗിച്ച് ഇടതുപക്ഷ പാർട്ടിയെ പരാജയപ്പെടുത്തണമെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇടതുപക്ഷ പാർട്ടി പരാജയപ്പെടുത്തിയിട്ട് പിന്നെ ആരെയാ നമ്മള് ഭരണത്തിൽ കയറ്റാൻ പോകുന്നത്? അപ്പോ അത് ശരിയല്ല. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തെ കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വൈദേശികമായ സംസ്കാരത്തെയും 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ദൗത്യം. അപ്പോ നമ്മളിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, നമുക്കൊരുപാട് ആനുകൂല്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് വേദനിച്ച എന്താന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ വിപ്ലവത്തിൽ കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലായിടത്തും അധികാരത്തിൽ വന്നത്. വിപ്ലവമില്ലാതെ കമ്മ്യൂണിസം ഇല്ല. വിപ്ലവത്തിൽ കൂടി അല്ലാതെ മാനിഫെസ്റ്റോയ്ക്ക് എതിരായിട്ട് ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ ആലോചിക്കണം, 1957 മുതൽ ഇന്ന് ഇത്രയും കാലം നമ്മുടെ രാജ്യം ഭരിച്ചതിൽ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ഈ രാജ്യം ഭരിച്ചതും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ. കുറച്ചു കാലം അതിൽ താന്ന് കോൺഗ്രസും, കുറച്ചു കാലം പട്ടം താണുപിള്ളയുടെ ഭരണവും ഗവർണർ ഭരണവും കൂട്ടിയാൽ കേരള ഭരണം പൂർത്തിയായി. അപ്പൊ 57 മുതൽ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലെ ജനതയുടെ മുമ്പിൽ വെച്ചൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അർത്ഥപട്ടിണിക്കാരന്റെയും മുഴുത്ത പട്ടിണിക്കാരന്റെയും ആശയ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൽ കൂടിയിട്ടേ പരിഹരിക്കപ്പെടാൻ പറ്റും. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടണം എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ തത്വം. ആ തത്വം കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു നടന്നത് കൊണ്ടാണ് ഇന്നും ജയപ്രകാശ് തെറ്റിദ്ധരിച്ചത് നമ്മളൊക്കെ പണിയെടുത്താൽ കൂലി വരമ്പത്ത് കിട്ടും. പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ന് കേരളം ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മുമ്പിൽ ഒരു ഫാസിസ്റ്റ് മുഖമുള്ള ഭരണമാണ് കേരളത്തിൽ നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇന്നൊരു തൊഴിലാളി വർഗ പാർട്ടിയുടെ മുമ്പിലല്ല. ഇന്ന് അർത്ഥപട്ടിണിക്കാരനും മുഴുത്ത പട്ടിണിക്കാരനും സമരം ചെയ്യേണ്ടി വരുന്നത് ഒരു ഫാസിസ്റ്റ് മുഖമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മാനിഫെസ്റ്റോ കൊണ്ടു നടക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കീഴിലാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് അവകാശവും ആനുകൂല്യങ്ങൾക്കപ്പുറം നഷ്ടപ്പെട്ടു പോയ ഭാരതത്തിന്റെ ഭൂതകാല വൈഭവത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ ഭാരതത്തിന്റെ ഭൂതകാല വൈഭവത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങൾക്കും വേണ്ടി നമുക്ക് പോരാടാം. പക്ഷേ നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ നാടിന്റെ സംസ്കാരം എന്ന് നഷ്ടപ്പെടുന്നു, അത് നഷ്ടപ്പെട്ടു
കഴിഞ്ഞാൽ ദേശീയത എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതാകും. ദേശീയത എവിടെയെങ്കിലും നിലനിൽക്കുന്നു എങ്കിൽ ആ ദേശീയതയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരമാണ്. ആ നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മളെ സംബന്ധിച്ച് ഇന്നും നമ്മുടെ അഖണ്ഡ ഭാരതത്തെക്കുറിച്ച്, ഭാരതമെന്ന് നമുക്ക് പൂർത്തീകരിച്ച് പറയാൻ സാധിക്കില്ല. ഇന്നും ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭാരതമെന്ന് തീർത്തു പറയണമെങ്കിൽ 10-11 രാജ്യങ്ങളും കൂടി നമ്മുടെ ഭാരതാംബയുടെ മാറോട് ചേർത്ത് വെക്കണം. ഇന്ന് ബംഗാളും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ഇതെല്ലാം ഇന്ന് നമ്മുടെ അഖണ്ഡ ഭാരതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആ അഖണ്ഡ ഭാരതത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഭാരതം എന്ന സങ്കല്പത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അഭിമാനിക്കണമെങ്കിൽ ആ ഭാരതത്തിന്റെ പൂർണ്ണ രൂപം, ആ നഷ്ടപ്പെട്ടു പോയ വൈഭവത്തെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം സനാതന ധർമ്മത്തെ, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം സനാതന ധർമ്മത്തെ ഒരു പ്രത്യാശാസ്ത്രമായി മുറുകെ പിടിച്ചിരിക്കുന്നു. ആ സനാതന ധർമ്മത്തെ ഒരു പ്രത്യാശാസ്ത്രമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുന്നത് തന്നെ ആ നഷ്ടപ്പെട്ടു പോയ ഭൂതകാല വൈഭവത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ